ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് മാങ്ങ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. മാങ്ങയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ജീരകമൊക്കെ മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നാലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളിപ്പില്ലാത്തതാണേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 5-6 വറ്റൽമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് എരിവിൻ്റെ ഒക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാവേ. ആദ്യം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇങ്ങനെ ഒന്ന് അരച്ചിട്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഒക്കെ ഇതുപോലെ ഇരിക്കണേ, ഇതുപോലെ ഇരിക്കണേ. അപ്പോൾ നമുക്കിത് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാവേ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ അരച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന മാങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി അതിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചാൽ മതിയാവും. ഞാനൊരു 3/4 കപ്പോളം വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിനി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ കറി സെറ്റാവും. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മീൻകറിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതുവരെ മാങ്ങ വെച്ച് ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഇനി ഒരു റെസിപ്പിയുമായിട്ട്